ലഞ്ചിന് ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഓർമ്മ വന്നത്. നമ്മൾ പെളിമാണി വൈറലാക്കിയ ഈ ഒരു ടൊമാറ്റോ റൈസ്. ട്രസ്റ്റ് മീ ഗൈസ്, പെട്ടെന്ന് പണി തീർന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക, ഓൾ സ്പൈസസ് ആഡ് ചെയ്യുക, കൂടെ കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സാധനം എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ ഞാനിതിലേക്ക് തക്കാളി അരച്ചൊഴിച്ച്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ വലിയ തക്കാളിയാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുണ്ടേനു. എല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയോ മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം പോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിനേനു, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മസാലയെല്ലാം റൈസിലോട്ട് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ റേഷ്യോ ഇപ്പോൾ 1.5 കപ്പ് അരിക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് എടുത്തത്. ഇനി ഇതിന് വേണ്ട വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടാക്കിയിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 വിസിൽ വരെ വെച്ചിട്ടുണ്ടേനു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. അപ്പോൾ കറക്റ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് സെർവ് ചെയ്യുക. എന്നെപ്പോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഈസി റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.